ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലേണിംഗ് സി വിത്ത് GC. ഞാൻ ഗോപുചന്ദ്രൻ. സോ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ RRB NTPC CBT1 ഗ്രാജുവേറ്റ് എക്സാമിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ്, ചില മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് 10 സെക്കൻഡിൽ സോൾവ് ചെയ്യാം, അതും പേനയും പേപ്പറും ഇല്ലാതെ. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഒന്നാമത്തെ കാര്യം പേനയും പേപ്പറും ഇല്ലാതെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ മോണിറ്ററിന് മുന്നിൽ ഇരിക്കുകയാണ്, ക്വസ്റ്റ്യൻ നോക്കുന്നു, ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഈ വീഡിയോൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരാൻ പോകുന്ന അണ്ടർ ഗ്രാജുവേറ്റ് NTPCക്കും ഗ്രൂപ്പ് ഡിക്കും അതുപോലെ NTPCൻ്റെ ഗ്രാജുവേറ്റ് CBT2 പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓരോ സെഷൻ നോക്കണമെങ്കിലും, ഓരോ എന്താ പറയുക, ഓരോ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിലും, ഈച്ച് ഷിഫ്റ്റ്, ഒരു ഷിഫ്റ്റ് അല്ല, ഈച്ച് ആൻഡ് എവറി ഷിഫ്റ്റ് ഒരു 1, 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ രീതിയിൽ ചിന്തിച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇതൊന്നും എനിക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ കൊണ്ടുള്ള എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇനി അടുത്ത എക്സാം എഴുതുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അന്ന് നിങ്ങളിതിനെ കമൻറ്റ് ചെയ്ത് എന്നെ കൊണ്ട് പറ്റിയെന്നൊന്ന് പറയണമെങ്കിൽ ഞാൻ ഹാപ്പി. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഞാൻ പേനയും പേപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പേനയും പേപ്പറും ബുക്കൊക്കെ എടുത്ത് കയ്യിൽ വെക്കുക. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഇതിൽ ഒന്നും എഴുത്തോ കുത്തൊന്നും ഞാൻ ചെയ്യില്ല. ഓക്കെ, അതിനുള്ള സമ്പ്രദായം ഇപ്പം എൻ്റെ കയ്യിലില്ല, പേനയും ടാബൊന്നും എൻ്റെ കയ്യിലില്ല. നാലാമത്തെ കാര്യം, ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഇതിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ കണ്ട ശേഷം ചെയ്യാൻ പറ്റുന്നുണ്ട് ശ്രമിക്കാം. ഓക്കെ, സോ നമുക്കപ്പോൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഈ ക്വസ്റ്റ്യൻ കണ്ട, നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആയിരിക്കും കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണെന്ന്, എങ്കിലും വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റേഷ്യോ ഇസ് ഗ്രേറ്റസ്റ്റ്? ഈ 4 റേഷ്യോയിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് റേഷ്യോ? ഇപ്പം നമ്മൾ ചെയ്യാൻ 10 സെക്കൻഡ് എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കൂടും കേട്ടോ, ടൈമൊക്കെ. പിന്നെ ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടുകയാണെന്ന് വിചാരിക്കാം. അതുപോലെ പുതിയതായിട്ട് ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക്സ് ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. ചിലപ്പോൾ ബേസിക്സ് ഒന്നും അറിയാതെ ആദ്യമായിട്ട് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. സോ ഐ എം സോറി ഫോർ ദാറ്റ്. നിങ്ങൾ ബേസിക്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, എന്താ പറയുക വിചാരിച്ചല്ലോ, ബേസിക്സ് അറിഞ്ഞിരിക്കണം. സപ്പോസ് സ്പീഡ് കൂടണം തോന്നുകയാണെങ്കിൽ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് നമുക്ക് കമ്മിയാക്കാൻ പറ്റില്ല. 5x 1x എന്നൊക്കെ പറഞ്ഞ് കൂട്ടാനും പറ്റും. 1xന് താഴെ 0.5x 0.75x എന്നൊക്കെയുള്ള സ്പീഡിൽ നോക്കുകയാണെങ്കിൽ പതുക്കെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം, ഇതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് റേഷ്യോ എന്നാണ് നമ്മുടെ ചോദ്യം. 18:57 ആണോ, 27:57 ആണോ, 27:54 ആണോ, 30:49 ആണോ? നമുക്ക് നോക്കാം. 57-ൽ 18 മാർക്കാണോ വലുത്, 57-ൽ 27 മാർക്കാണോ വലുത്? ഡെഫിനറ്റ് ആയിട്ടും 57-ൽ 27 മാർക്കാണ് വലുത്, ആണല്ലോ. ശരി, ഇനി 57-ൽ 27 ആണോ, 54-ൽ 27 മാർക്കാണോ വലുത്? 54-ൽ 27 മാർക്കല്ലേ വലുത്, അല്ലേ? ശരി, 54-ൽ 27 മാർക്കാണോ, 49-ൽ 30 ആണോ വലുത്? ഇതിൽ കൺഫ്യൂഷൻ എനിക്ക് ഒന്നുമില്ല. 27/54 എന്ന് വെച്ചാൽ 1/2 ആണ്, അല്ലേ? 30/49 എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും 1/2 കൂടുതലാണ്, ആണല്ലോ, അല്ലേ? 30:60 വന്നാലേ 1/2 ഉള്ളൂ. അപ്പോൾ 30:60 താഴെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് 1/2 കൂടുതലാണ്. അപ്പോൾ തന്നെ ഓപ്ഷൻ 4 ആണെന്ന് മനസ്സിലായില്ലേ? പേനും പേപ്പർ ആവശ്യമുണ്ടോ, അല്ലേ? 1-നേക്കാളും വലുതാണ് 2, 2-നേക്കാളും വലുതാണ് 3, 3-നേക്കാളും വലുതാണ് 4. അത്രേ ഉള്ളൂ. ഇതിന് നിങ്ങൾ വെട്ടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ് ഉണ്ടാവും. രണ്ടാമത്തെ ചോദ്യം, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യം നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യും? സം ഓഫ് 6,70,70,000 രൂപ 2% പെർ ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറയുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ ഫോർമുലയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിവിടെ 2% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. നമ്മൾ ഈ ഹാഫ് ഇയർലി എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇയറിൽ 1% കണക്കാക്കും, സെക്കൻഡ് ഹാഫ് ഇയറിൽ 1% കണക്കാക്കും. അപ്പോഴാണ് 1 + 1 2 എന്ന് പറഞ്ഞാൽ തെറ്റി.
2% ഒരു വർഷത്തേക്കാണെങ്കിൽ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 1+1+ ഒരു ഫോമുല ഉണ്ടല്ലോ, ഫോമുല എവിടെ എഴുതുന്നത്? ഈ ഒരു ഫോമുല A+B+AB/100. ഫസ്റ്റ് ഹാഫ് ഇയറിലെ 1% ആണ് എ, അടുത്ത ഹാഫ് ഇയറിലെ 1% ആണ് ബി. അപ്പോൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1+1+1 × 1/100. 1+1+1 × 1/100 എത്രയത്? 2+0.01 2.01 എന്ന് വരും. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോമുല അപ്ലൈ ചെയ്യുമ്പോൾ 1+1+1 × 1/100 ചെയ്യുമ്പോൾ 2.01 എന്ന് വരും. ഈ 2.01 എന്ന് പറയുന്നത് 2.01 അത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 2 + 0 + 1 3. 2.01 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഈ തന്നിരിക്കുന്നതിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയിട്ട് ഓപ്ഷൻ 2 മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അതല്ലേ ഓപ്ഷൻ ഉത്തരം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പേനും പേപ്പർ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. 2% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ 1ഉം 1ഉം. അപ്പോൾ എഫക്റ്റീവ് ഒരു വർഷത്തേക്ക് കിട്ടണമെങ്കിൽ 1+1+1 × 1/100 2.01 എന്ന് കിട്ടും. 2.01 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഓക്കെ, അതിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് 2.01 എന്ന് പറയുമ്പോൾ അല്ലേ? 2 + 1 3, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? സമ്മ് കൂട്ടിയാൽ മതി. 3 1 4 4 8 8 6 15 7 അയ്യോ തെറ്റിയ 4 3 7 8 അയ്യോ തെറ്റി 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? 7 3 10 4 11 15 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല. എല്ലാം കൂടി കൂട്ടി എത്ര? 3 1 4 4 4 8 8 6 14 14 7 21 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അതന്നെ കറക്റ്റ് ആവും. പെട്ടെന്ന് ഞാൻ തെറ്റെന്ന് വിചാരിച്ചു. അടുത്ത ചോദ്യം. ഓക്കെ, ബാക്കി എന്ത് നോക്കിയാലും മൾട്ടിപ്പിൾ ഓഫ് 3 വരില്ല. കൂട്ടി നോക്കി ഏത് വേണമെങ്കിൽ. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ 3 1 4 6 10 3 13 മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലല്ലോ. അടുത്ത ചോദ്യം. Greatest number that divides 152 and 181 leaving remainders 2 and 6 respectively. അതായത് 152നെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം കിട്ടണം. 181നെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6ഉം കിട്ടണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. കാണുമ്പോൾ ടഫ് പോലെ ഫീൽ ചെയ്യും. സിമ്പിളായിട്ട് ചിന്തിക്കുക. 152നെ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം എന്ന് വെച്ചാൽ 152 2 സബ്ട്രാക്ട് ചെയ്താൽ ഫുള്ളി ഡിവിസിബിൾ ആവണ്ടേ? 152നെ ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 2 കിട്ടണം. അപ്പോൾ ആ റിമൈൻഡർ 152 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 150. 150 കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഡിവിസിബിൾ ആവുന്ന ഒരേ വാല്യൂ 25 അല്ലേ? അതാണ് ഉത്തരം അല്ലേ? അതുപോലെ ഇവിടെ നോക്ക്. 151നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടണം. അല്ലെങ്കിൽ 181 - 6 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണം. 181 - 6 175. 25 അല്ലേ ഡിവിസിബിൾ ആവുന്നത്? അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അത്യാവശ്യം ബേസിക്സ് അറിയുന്നവർക്കൊക്കെ ഇത് ക്ലിയർ പോലെ മനസ്സിലാവും. അല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അടുത്ത ചോദ്യം. ഈ ചോദ്യം നോക്ക്. ലീസ്റ്റ് നമ്പർ വെൻ ഡിമിനിഷ്ഡ് ബൈ 5 ഈസ് ഡിവിസിബിൾ ബൈ 20 15 14 and 22. അതായത് വാട്ട് ഈസ് ദി മിനിമം നമ്പർ? അതിനെ 5 കുറച്ചാൽ ഇതെല്ലാം കൊണ്ടും ഡിവിസിബിൾ ആവണം. 5 കുറച്ചാൽ ഈ എല്ലാ നമ്പറും കൊണ്ടും ഡിവിസിബിൾ ആവണം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കുക. എല്ലാ നമ്പറും കൊണ്ട് ഡിവിസിബിൾ ആവണമെന്ന് വെച്ചാൽ 20 കൊണ്ടും ഡിവിസിബിൾ ആവണ്ടേ? 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 20 കൊണ്ട് ഡിവിസിബിൾ ആവണം. 20 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അവിടെ എൻഡിൽ 0 വരണം. 20 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എൻഡിൽ 0 വരണം. വരണ്ടേ? അറ്റ്ലീസ്റ്റ് 5എങ്കിലും വരണ്ടേ? ഇവിടെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്ത് നോക്ക്. 4625 - 5 അവിടെ എൻഡിൽ 0 വരും. എൻഡിൽ 0 വന്നാൽ എന്തായാലും ഈ 28 ഡിവിസിബിൾ ആവും. ആവില്ല. ബാക്കി എവിടെയും അങ്ങനെ 0 5 വരില്ല 5 കൊണ്ട് സബ്ട്രാക്ട് ചെയ്താൽ. അതുകൊണ്ടാണ് ഓപ്ഷൻ 3 ഉത്തരം വന്നത്. മനസ്സിലായോ? ഇതാണ് പേനയും പേപ്പറും വേണ്ടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ നല്ല നല്ല ചോദ്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കി അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കുക. ഈ ആംഗിള് ഏത്? QND. ഈ ഒരു ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ PMB ഈ ആംഗിൾ എന്താണെന്നാ ചോദ്യം. ഇത് 50 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താണെന്നാ ചോദ്യം. PMB. സിമ്പിൾ അല്ലേ? ഇത് 50 ആണെങ്കിൽ ഇത് 50 അല്ലേ? ഇത് 50 ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ആംഗിൾ 50. ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ 50 ആയിരിക്കും.
ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയും അല്ലേ. ഇത് 50 ആണെങ്കിൽ ഇതും 50, ഇത് 50 ആണെങ്കിൽ ഇതെന്തായിരിക്കും, ഈ മൊത്തം സ്ട്രേറ്റ് ലൈൻ വെച്ച് 180 ഡിഗ്രിയാണ്. ഇത് 50 ആണെങ്കിൽ ഇത് 180 മൈനസ് 50 എത്ര, 130 ആയിരിക്കും, 130. അല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം അല്ലേ. ഇത് 50 ആണെങ്കിൽ ഒരേ ആംഗിളാണ്, ഇത് 50 ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും, 50 തന്നെ ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ 50. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ 180 മൈനസ് 50 ചെയ്താൽ മതി, എന്തായിരിക്കും, 130. ഡയറക്റ്റ് ആയിട്ട് കിട്ടും 130. ഓക്കെ, അടുത്ത ചോദ്യം. ആവറേജ് വെയിറ്റ് ഓഫ് 7 ബോയ്സ്, 7 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 54 കിലോഗ്രാം ആണ്. പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തപ്പോൾ ആവറേജ് വെയിറ്റ് 2 കിലോഗ്രാം ആയി. അങ്ങനെയാണെങ്കിൽ വന്ന കുട്ടീൻ്റെ വെയിറ്റ് എന്താണെന്നാണ് ചോദ്യം. 7 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 54, പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തപ്പോൾ വെയിറ്റ് 2 കിലോ, ഓരോരുത്തരുടെയും ആവറേജ് വെയിറ്റ് കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ കുട്ടി, ആ കുട്ടീൻ്റെ വെയിറ്റ് എന്താ? ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 7 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 54 അല്ലേ. പുതിയ കുട്ടി വരുമ്പോൾ എത്രയാവും, 8 കുട്ടികളാവും, 8 കുട്ടികളാവും അല്ലേ. ഇപ്പോൾ ഓരോ കുട്ടീൻ്റെയും വെയിറ്റ് 2 കിലോ വെച്ച് കൂടി. അപ്പോൾ 8 കുട്ടികളുടെ വെയിറ്റ് എന്ന് വെച്ചാൽ 16 കിലോ കൂടി. ഈ 16 കിലോ കൂടാൻ കാരണം പുതിയ കുട്ടി വന്നതുകൊണ്ടാണ്. അപ്പോൾ പുതിയ കുട്ടീൻ്റെ വെയിറ്റ് എന്താവും, 54 പ്ലസ് 16 ചെയ്താൽ മതി. എത്ര, 54 പ്ലസ് 16, 70 കിലോഗ്രാം. ഓപ്ഷൻ 1. മനസ്സിലായോ? അതുകൂടി പറയാം. 7 കുട്ടികളുടെ വെയിറ്റ് 54, പുതിയൊരു കുട്ടി വന്നു, 8 കുട്ടികളായി, വെയിറ്റ് എല്ലാവരും 2 വെച്ച് കൂടി. ആവറേജ് വെയിറ്റ് 2 കൂടുന്ന വെച്ചാൽ എല്ലാവരും 2 വെച്ച് കൂടും. അപ്പോൾ 8 × 2 മൊത്തം 16 കിലോ കൂടി. ഈ 16 കിലോ കൂടാൻ കാരണം ആരാ, വന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ വെയിറ്റ് എന്തായിരിക്കും, 54 പ്ലസ് 16, 70 കിലോഗ്രാം. അടുത്ത ചോദ്യം. വാല്യൂ ഓഫ് 596 × 64, നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കൂ, ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. 596 യൂണിറ്റ് ഡിജിറ്റ് 6, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 4. അപ്പോൾ യൂണിറ്റ് 6 × 4 24. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 4 ആയിരിക്കും. 24ൽ 4 എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആദ്യം നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. സെല്ലിംഗ് പ്രൈസ് ഓഫ് 24 ബുക്സ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 30 ബുക്സ്. ഫൈൻഡ് ദി ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ്. അതായത് 24, ഒരാളിങ്ങനെ ചിന്തിച്ചാൽ മതി, 24 ബുക്ക് വാങ്ങി 30 ബുക്കിൻ്റെ വിലയ്ക്ക് വിറ്റു. 30 ബുക്ക് വാങ്ങിയ വിലയ്ക്ക് 24 ബുക്ക് വിറ്റു. 30 ബുക്ക് വാങ്ങിയ വിലയ്ക്ക് 24 ബുക്ക് വിറ്റു. അപ്പോൾ അയാൾക്ക് ലാഭമല്ല ഉണ്ടാവുന്നു. 30 ബുക്കിൻ്റെ വാങ്ങിയ വില, 24 ബുക്ക് അയാൾ വിറ്റുള്ളൂ. 24 ബുക്കിന് അയാൾ 30 ബുക്ക് വാങ്ങിയ വില കിട്ടി. അയാൾക്ക് വിറ്റപ്പോൾ 24 ബുക്ക് വാങ്ങി വിറ്റപ്പോൾ 30 ബുക്ക് വാങ്ങിയ വില കിട്ടി. അപ്പോൾ അയാൾക്ക് ലാഭമല്ല ഉണ്ടാവുന്നു അല്ലേ. എത്ര ബുക്കിൻ്റെ ലാഭം കിട്ടുന്നത്, 6 ബുക്കിൻ്റെ ലാഭം കിട്ടുന്നത്. 6 ബുക്കിൻ്റെ അല്ല, 24 മൈനസ് 30, 6 ബുക്കിൻ്റെ ലാഭം അയാൾ എക്സ്ട്രാ ഉണ്ടാക്കി. 24 ബുക്ക് വിറ്റപ്പോൾ 6 ബുക്കിൻ്റെ ലാഭം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എത്രയാ, 6/24. 6/24 എന്ന് വെച്ചാൽ എത്രയാ, 1/4. 1/4 എന്ന് വെച്ചാൽ എത്രയാ, 0.25. 0.25 എന്ന് വെച്ചാൽ എത്രയാ, 25%. ഓപ്ഷൻ 1. മനസ്സിലായോ? മനസ്സിലായോ? ഒരാൾ 24 ബുക്ക് എന്ന് പറയണത് 30 ബുക്കിൻ്റെ വാങ്ങിയ വിലയ്ക്ക് വിറ്റു. അപ്പോൾ അയാൾ എന്തായാലും 6 ബുക്ക് എക്സ്ട്രാ ആണ് വിറ്റിരിക്കുന്നത്. 6 ബുക്കിൻ്റെ വില അയാൾക്ക് എക്സ്ട്രാ ഫ്രീ ആയി കിട്ടി. 24 ബുക്ക് വിറ്റപ്പോൾ 6 ബുക്കിൻ്റെ വില കിട്ടി, ലാഭം കിട്ടി. അപ്പോൾ 6/24 ആണ് അയാളുടെ ലാഭം. ഇൻറ്റു 100 ചെയ്യുക. 6/24 × 100, 1/4 × 100, 25% ഗെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ സിംപ്ലിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ 4 ഉത്തരം കിട്ടി? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 9 ക്യൂബ്, 9 ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 9 ക്യൂബ് 729 അല്ലേ. ഈ ക്യൂബൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ. 10 ക്യൂബ് വരെയെങ്കിലും കാണാതെ പഠിക്കുക. 9 ക്യൂബ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആണ്. 4 സ്ക്വയർ 16, യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 9 മൈനസ് 6, 3 കിട്ടി. അവിടെ നിൽക്കട്ടെ, 3 ഉണ്ട് ഇവിടെ. 8/2 4, 4 സ്ക്വയർ 16, യൂണിറ്റ് ഡിജിറ്റ് 6. ഓൾറെഡി 3 ഉണ്ട്, പ്ലസ് 6 എത്രയോ, 9. അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവിടെ 9 ഉണ്ട്, ഇവിടെ മൈനസ് യൂണിറ്റ് ഡിജിറ്റ് 9, അപ്പോൾ 0 ആയി. ഇപ്പോൾ നമ്മുടെ കിട്ടുന്ന 9 മൈനസ് 19 9 0 ആയി.
5 × 20 അവിടെ യൂണിറ്റ് ഡിജിറ്റ് 0. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0. യൂണിറ്റ് ഡിജിറ്റ് 0 കിട്ടുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. തീർന്നു. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം അതുപോലെ ഇനിയും ചോദ്യം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും തന്നിട്ട് ഇതിന്റെ ആവറേജ് എന്താണെന്ന ചോദ്യം. അർഥമെറ്റിക് മീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവറേജ് എന്താ? 78 + 56 + 52 ആവറേജ്. ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ എല്ലാ ഓപ്ഷൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ് ആവറേജ്. അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് എത്രയാ? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ്. സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ്. അപ്പോൾ സം എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. 8 × 6 = 14 അല്ലേ? 4 ഉണ്ട്. 4 × 2 = 6. 6 × 5 = 11. 1 ഉണ്ട്. 1 7 8. 9 ഉം 8 ഉം 8 9 ഉം 17. 7 ഉണ്ട്. 7 7 ഉം 14. 4 ഉണ്ട്. 6 4 10. 0 0 + 4 4. അപ്പോൾ സം എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 4. ഇനി ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ത് തന്നെ വരണം? യൂണിറ്റ് ഡിജിറ്റ് 4 തന്നെ വരണം. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് 4 എന്ന് വരണം. ഇതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ ആവറേജ് ഇൻറ്റു 9 അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 വരണം. ഈ തന്നിരിക്കുന്നതിൽ ഈ സാധനം നമുക്ക് ആവറേജാ. ആവറേജ് ഇൻറ്റു 9 യൂണിറ്റ് ഡിജിറ്റ് 4 അല്ലേ? ഇതെല്ലാം ഉത്തരം 56. യൂണിറ്റ് ഡിജിറ്റ് 6 ഇൻറ്റു 9 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4 അല്ലേ കിട്ടുന്നത്. ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4 കിട്ടുമോ? 6 അല്ലേ കിട്ടുക. ഇവിടെ 9 അല്ലേ കിട്ടുക. ഇവിടെ 2 അല്ലേ കിട്ടുക. 9 × 72 2 അല്ലേ കിട്ടുക. അതുകൊണ്ടാണ് 56 വന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ടഫാണ് തോന്നുന്നു, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം സംഭവം. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ്. അപ്പോൾ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആവറേജ്, അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും. നമ്മളിവിടെ സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 എന്ന് കിട്ടി. അപ്പോൾ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടുന്ന യൂണിറ്റ് ഡിജിറ്റ്. നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ട്? 9. അപ്പോൾ 9 ഇൻറ്റു തന്നിരിക്കുന്നതിൽ യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ 9 × 6 54 യൂണിറ്റ് ഡിജിറ്റ് 4 കിട്ടും. മനസ്സിലായോ? അപ്പോൾ അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചോദ്യം നോക്കും. ഇവിടെയും ഇതേപോലത്തെ ഒരു ചോദ്യം. നമുക്ക് അർഥമെറ്റിക് മീൻ. അപ്പോൾ ആദ്യം ഇവിടെ എത്ര സമ്മ് നോക്കാം. എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 8. ഇവിടെയും 9 നമ്പർ ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് 9 ആണ്. അപ്പോൾ 9 ഇൻറ്റു ആവറേജ്, അതാണ് നമ്പർ സമ്മ്. സമ്മ് എന്ന് വെച്ചാൽ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. 9 ഉം 2 ഉം 11. 11 9 ഉം 20. 0 തീർന്ന്. വീണ്ടും 7 1 8. 8 8 ഉം 16. 16 4 20. അവിടെ യൂണിറ്റ് ഡിജിറ്റ് 0. ഇവിടെ 0 + 4 4. അപ്പോൾ നമ്മുടെ സമ്മ് എന്ന് വെച്ചാൽ 4. അപ്പോൾ 9 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് ഡിജിറ്റ് 4 കിട്ടുന്നത്? 9 ഇൻറ്റു എന്ത് ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 4 കിട്ടും? 9 ഇൻറ്റു 6 ചെയ്യുമ്പോഴല്ലേ യൂണിറ്റ് ഡിജിറ്റ് 4 കിട്ടുന്നത്. ബാക്കി എവിടെയെങ്കിലും കിട്ടുമോ യൂണിറ്റ് ഡിജിറ്റ് 4? യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അടുത്ത ചോദ്യം. ഇതൊക്കെ നിങ്ങൾക്ക് 10 സെക്കൻഡ് ചെയ്യാൻ പറ്റില്ലേ? മതിയോ? പ്രാക്ടീസ് ഉള്ളവർക്ക് 10 സെക്കൻഡ് ധാരാളം. ഇത് നിങ്ങൾ ശരിക്കും സമ്മൊക്കെ എഴുതി ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും എത്ര സമയം പോകും. എന്നിട്ട് ടൈം മാനേജ്മെന്റ് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വേറെ. ഇങ്ങനെയൊക്കെയല്ല സമയം ലാഭിക്കുക. ഉള്ള ചോദ്യം അതിന് ഇത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ തരുന്നത്. ഓക്കെ, അടുത്തത്. എ പേഴ്സൺ സേവ്സ് 40% ഓഫ് ഹിസ് ഇൻകം ഇഫ് ഹിസ് എക്സ്പെൻഡിച്ചർ ഈസ് 960. വാട്ട് ഇസ് ഹിസ് ഇൻകം? അതായത് ഒരാൾ 40% സേവ് ചെയ്തിട്ടുണ്ട്. അയാളുടെ വരുമാനത്തിൻ്റെ 40%. ചെലവ് 960 രൂപയാണെങ്കിൽ അയാളുടെ വരുമാനം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു 100 രൂപയുള്ള ഒരാൾ 40 രൂപ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ എക്സ്പെൻഡിച്ചർ 60 അല്ലേ? എക്സ്പെൻഡിച്ചർ 60 അല്ലേ? 60ൻ്റെ സ്ഥാനത്താണ് 960 വന്നിരിക്കുന്നത്. 100 രൂപയാണ് ഇൻകം എന്ന് വിചാരിക്കുക. ഓക്കെ, 60 രൂപേൻ്റെ സ്ഥാനത്ത് 960 ആണെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 960/60 അല്ലേ? 960/60 എന്ന് വെച്ചാൽ 16 അല്ലേ? 16 എന്ന് പറയുന്നത് ഇവിടെ അല്ലേ വരുന്നത് അല്ലേ? 1600. മനസ്സിലായോ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ 1600 കിട്ടും. അതായത് 40% സേവ് ചെയ്യുന്നു. അപ്പോൾ 60% ആണ് എക്സ്പെൻഡിച്ചർ. 60% എന്ന് പറയുന്നത് 960 ആണ്. അപ്പോൾ 100% എന്തായിരിക്കും? 960/60 ഇൻറ്റു 100 ചെയ്താൽ മതി. 96/6 16 വരും. ഇൻറ്റു 100 1600. അടുത്ത ചോദ്യം.
നമ്മൾ ചെയ്തോളൂല്ലേ ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ട് 66. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം നോക്കുക, ഇതും നല്ലൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തമ്പനയിൽ കണ്ടൊരു സാധനമാണ്. ഇവിടെ നോക്കുക, ആവറേജ് മീൻ എന്താണെന്നാണ് ചോദ്യം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മീൻ എന്താ, നമ്മളെ കൺസെപ്റ്റ് ആവറേജ് എന്ന് വെച്ചാൽ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, അതാണ് എന്ത് സം എന്ന് പറയുന്നത്, ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ആണ് ഈ കാണുന്നത്, സമ്മാണിത്. സം എങ്ങനെ കണ്ടുപിടിക്കുന്നതിൻ്റെ, ഇങ്ങനെ ടേബിളർ കോളത്തിൽ മീനൊക്കെ തരികയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക, 91 ഇൻറ്റു, ശരിക്കും ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ, 91 ഇൻറ്റു 14 പ്ലസ് 78 ഇൻറ്റു 26 പ്ലസ് 95 ഇൻറ്റു 44 പ്ലസ് 36 ഇൻറ്റു 61 പ്ലസ് 98 ഇൻറ്റു 84, അതാണ് സമ്മ്. ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും, 14 പ്ലസ് 26 പ്ലസ് 44 പ്ലസ് 61, ഇതൊക്കെ എപ്പോൾ ചെയ്ത് തീർക്കാനാ, ഓപ്ഷൻ നോക്ക്, യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ സെപ്പറേറ്റാ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് സം കാണാം. ഓക്കെ, 1 ഇൻറ്റു 4, ഇവിടെ 1 ഇൻറ്റു 4 4 പ്ലസ് 8 ഇൻറ്റു 6 48 8 വരും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8, ഇവിടെ 4, 8 പ്ലസ് 4 12, 2 ഉണ്ട് അവിടെ, 2 അവിടെ നിൽക്കട്ടെ. 5 ഇൻറ്റു 4 20, 0, കുഴപ്പമില്ല. 6 ഇൻറ്റു 1 6, 6 പ്ലസ് 2 നമുക്ക് എന്ത് കിട്ടി, 8 കിട്ടി. 6 പ്ലസ് 2 8, 8 അവിടെ നിൽക്കട്ടെ. 8 ഇൻറ്റു 4 32, 2 അല്ലേ, 8 2 10. അപ്പം നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ 10 അല്ലെങ്കിൽ 0 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0, സമ്മിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0. അപ്പോൾ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് നമുക്ക് 0 കിട്ടണം. ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 0 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഒന്നെങ്കിൽ ആവറേജ് ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഓപ്ഷൻ 1. മനസ്സിലായോ? ഞാൻ ഇതുപോലെ തന്നെയും ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അറൗണ്ട് 100ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അതിൽ ഇതുപോലെ തന്നെയും 1-2 ചോദ്യം കൂടി അതിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് സമ്മ് കാണുമ്പോൾ യൂണിറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് കാണാം. അപ്പം നമുക്ക് 0 കിട്ടും. യൂണിറ്റ് ഡിജിറ്റ് 0 കിട്ടുമെങ്കിൽ ആവറേജ് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 0 അല്ലേ, നമ്പർ ഇൻറ്റു ആവറേജിൽ 5 വരുമ്പോഴാണ് 0 കിട്ടുക. അടുത്ത ചോദ്യം, ട്രിഗണോമെട്രി. A tower stands vertically on the ground from a point on the ground which is 27.6 meter away from the foot of the tower. ഈ ആംഗിൾ ഓഫ് എലിവേഷൻ ആദ്യം നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു ഫിഗർ കാണിച്ചു തരാം. അതായത് ഒരു ഫിഗർ, ഇപ്പോൾ ഇതൊരു ടവറാണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മൾ അതിന് മുകളിലോട്ടേക്ക് നോക്കുകയാണ്. AC, അതിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, AB എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ 2 ആംഗിൾ നമ്മൾ ഏത് ആംഗിളിലാണോ മുകളിലോട്ടേക്ക് നോക്കുന്നത് അതിന് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അതിന് വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ നമ്മൾ ട്രയാംഗിളായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് എന്താ, ആംഗിൾ ഓഫ് എലിവേഷൻ. ഹൈറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അഡ്ജസൻറ്റ് സൈഡ്. എപ്പോഴും ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതുപോലുള്ള ചോദ്യം, ഇത് ഒരുപാട് എല്ലാ ഷിഫ്റ്റിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ ചോദ്യം. ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിൽ വരണം. ഒരു ടവർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് ട്രയാംഗിളിൻ്റെ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഹൈറ്റ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കുക. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഗ്രൗണ്ടിൻ്റെ ഹൈറ്റ് 27.6, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 27.6. അല്ല, ഹൈറ്റ് അല്ല, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഫിഗർ കൊണ്ട് പറഞ്ഞുതരും. അടുത്ത ചോദ്യം ഞാൻ എങ്ങനെ സോൾവ് ചെയ്യും, ഇതില്ലാതെ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്ര പറയുന്നുണ്ട്, 27.6 പറയുന്നുണ്ട്. അഡ്ജസൻറ്റ് സൈഡ് 27.6. ഓക്കെ, നമുക്കറിയാം ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ തീറ്റ എന്ത് തന്നിട്ടുണ്ട്, 45. ഓക്കെ, അപ്പോൾ ടാൻ 45 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ ടാൻ 45ൻ്റെ വാല്യൂ 1 അല്ലേ. 1 ഈക്വൽ ടു ഓപ്പോസിറ്റ്സ് ബൈ അഡ്ജസൻറ്റ് ആണെങ്കിൽ 1 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ഈക്വൽ ആയിരിക്കണ്ടേ അല്ലേ. ഓപ്പോസിറ്റ് സൈഡും 27.6, അഡ്ജസൻറ്റ് സൈഡും 27.6 വന്നാൽ മാത്രമല്ലേ ടാൻ തീറ്റ 1 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ തീറ്റ 45 കിട്ടുള്ളൂ. അതാണ് ഉത്തരം 27.6. ഇത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കുക. അടുത്ത ഇനി 2-3 ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കാം, ലെങ്ത് ഓഫ് എ വെർട്ടിക്കൽ റോഡ്. ഇപ്പോൾ വെർട്ടിക്കൽ റോഡ് എന്ന് പറയുന്നത് എന്താ, ഓപ്പോസിറ്റ് സൈഡാണ്. ആൻഡ് ഇറ്റ്സ് ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ അറിയാം, താഴത്ത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോ 2:√12 എന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് 2ഉം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് √12. ഈ √12 എന്ന് വെച്ചാൽ എന്താ, √4 × 3 അല്ലേ.
റൂട്ട് 12 എന്ന് വെച്ചാൽ റൂട്ട് 4 ഇൻറ്റു 3 അല്ലേ, റൂട്ട് 4 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 2 റൂട്ട് 3 അല്ലേ, 2 റൂട്ട് 3. അപ്പോൾ റൂട്ട് 12നെ 2 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാമെന്ന് വിചാരിക്കാം. റൂട്ട് 12നെ 2 ഇൻറ്റു റൂട്ട് 3. അപ്പോൾ നമുക്ക് റേഷ്യോ എന്ന് വെച്ചാൽ എന്ത് കിട്ടും, 2:2 ഇൻറ്റു റൂട്ട് 3. 2 ക്യാൻസൽ ആയാൽ 1:√3 എന്ന് കിട്ടും. 2:√12 എന്ന് വെച്ചാൽ 2:2√3 എന്ന് എഴുതാം. 2 ും 2 ക്യാൻസൽ ചെയ്താൽ 1:√3 എന്ന് എഴുതാം. അതാണ് നിങ്ങളുടെ അടുത്ത് പെന്നും പേപ്പറൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ 1:√3 ആണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ അല്ലേ. നമുക്ക് ഓൾറെഡി കിട്ടി ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ, 1:3 ആണ്. ടാൻ തീറ്റ 1/√3 ആണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ടാൻ തീറ്റ 1/√3 ആണെങ്കിൽ തീറ്റൻ്റെ വാല്യൂ 30. പെന്നും പേപ്പർ ആവശ്യമുണ്ടോ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ല, കുഴപ്പമില്ല, ഒരു ചോദ്യം കൂടെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ ഹിൽ. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിൽ വിചാരിക്കുക ടാൻ 60√3. അപ്പം തന്നെ ടാൻ തീറ്റ എന്ന് വെച്ചാൽ ടാൻ 60√3. √3 ആണ് നമ്മുടെ ലെഫ്റ്റ് ആംഗിൾ. ഓക്കെ, ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 171. അപ്പോൾ ഹൈറ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് 171. ഡിസ്റ്റൻസ് ഫ്രം ദി ഗിവൻ പോയിന്റ് ടു ടോപ്പ് ഓഫ് ദി ഹിൽ. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദി ഗിവൻ പോയിന്റ് ടു ടോപ്പ് ഓഫ് ദി ഹിൽ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ടോപ്പ് ഓഫ് ദി ഹിൽ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ ആലോചിക്കുക. ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ഹൊറിസോണ്ടൽ, മുകളിലോട്ടേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ആണ് ചോദിക്കുന്നത്. മുകളിലോട്ടേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ എന്താ, ഹൈപ്പോട്ടന്യൂസ് ആണ് ചോദിക്കുന്നത്. ആണല്ലോ. ശരി, അപ്പോൾ നമ്മളവിടെ ടാൻ തീറ്റ √3 കിട്ടി. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ എന്താ, സൈൻ തീറ്റ ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ സൈൻ തീറ്റ അല്ലേ. അപ്പോൾ സൈൻ 60 √3/2. സൈൻ 60 എന്ന് വെച്ചാൽ എന്താ, √3/2. അപ്പോൾ √3/2 ഈക്വൽ ടു ഓപ്പോസിറ്റ്സ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, തിരിച്ചു 2/√3 ഇൻറ്റു ഓപ്പോസിറ്റ് എന്ന് വരും, 2/√3 ഇൻറ്റു 171 എന്ന് വരും. 2/√3 ഇൻറ്റു 171 അങ്ങനൊരു ഓപ്ഷൻ ഇല്ലല്ലോ, തെറ്റിയ ക്വസ്റ്റ്യൻ. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് 171 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഗിവൻ പോയിന്റ് ടു ടോപ്പ് ഓഫ് ദി ഹിൽ. ഈ ഒരു ദൂരമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാൻ 60 ആണെങ്കിൽ √3 എടുക്കുക, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് 171 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും, അഡ്ജസൻറ്റ് സൈഡ് ടാൻ 60 √3 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 171 ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 171/√3 എന്നായിരിക്കും, 171/√3. ഓക്കെ, അവർ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 171/√3 എന്ന് വെച്ചാൽ നിങ്ങൾ മുകളിലും താഴെയും √3 ഇതെനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഒബ്ജക്ഷൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം 171/√3 എന്ന് പറയുന്നത് 171/√3. അപ്പം ഞാൻ മുകളിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 171 ഇൻറ്റു √3/3 എന്ന് വരും. 171 ഇൻറ്റു √3/3. 171/3 എത്രയാണ്, അത് കിട്ടും. എന്നിട്ട് പൈതഗോറസിലൊക്കെ അപ്ലൈ ചെയ്യണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ആവശ്യമില്ല. അപ്പോൾ ഐ തിങ്ക് ഇതിന് പെണ്ണിന് വേണ്ടി നിങ്ങൾക്ക് കാൽക്കുലേഷന്. ഓക്കെ, കുഴപ്പമില്ല, അതില്ലാതെ നമുക്ക് പറയാം. ഓപ്പോസിറ്റ് സൈഡ് 171, ഹൈപ്പോട്ടന്യൂസ് അറിയില്ല, സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ എന്ന് വെച്ചാൽ √3/2. √3/2 ഈക്വൽ ടു 171 ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 171 ഇൻറ്റു 2/√3. 171 ഇൻറ്റു 2/√3 അല്ലേ. അപ്പോൾ √3 കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. 171 ഇൻറ്റു 2/√3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 171 ഇൻറ്റു 2 ഇൻറ്റു √3/3 എന്ന് വരും. 171 ഇൻറ്റു 2 ഇൻറ്റു √3/3 അല്ലേ. അപ്പോൾ 171/3 ഇൻറ്റു 2√3 എന്ന് വരും. 171/3 എന്ന് വെച്ചാൽ എത്ര വരും, 57 ഇൻറ്റു 2 ഇൻറ്റു √3. 57 ഇൻറ്റു 2 114 ഇൻറ്റു √3. 114 ഓക്കെ, ഇത് എൻ്റെ മിസ്റ്റേക്ക്. ഇതിന് നിങ്ങൾക്ക് പേനയും പേപ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം പേനയും പേപ്പറും വെച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ടൈം പോകും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ടൈം പോകും. നമ്മളിതിന് എപ്പോഴും പേനും പേപ്പർ ഇല്ലാതെ ചെയ്യാന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ചോദിക്കുകയാണെങ്കിൽ പേനും പേപ്പർ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെൻ പേപ്പറിലാണ് ചെയ്യുമ്പോഴും ചിലപ്പോൾ സമയം പോകും, 10 സെക്കൻഡിൽ കിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം ഫൈൻഡ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് തീറ്റ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് 250√3, ഹൈറ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് 250√3 എന്നുണ്ട്. വിച്ച് ഈസ് 250 മീറ്റർ അവേ ഫ്രം ഇറ്റ്സ് ഫൂട്ട് എന്നുള്ള ദൂരം. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അഡ്ജസൻറ്റ് സൈഡ് 250. അപ്പോൾ ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. അപ്പോൾ 250√3 ബൈ 250 ചെയ്താൽ മതി. 250√3 ബൈ 250 എന്താ, √3. ടാൻ തീറ്റ ഈക്വൽ ടു √3 കിട്ടും. ടാൻ തീറ്റ √3 ആണെങ്കിൽ തീറ്റന്റെ വാല്യൂ എന്താ, 60 ഡിഗ്രി. ഓപ്ഷൻ 2. മനസ്സിലായോ? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് 250√3, അഡ്ജസൻറ്റ് 250. 250√3 ബൈ 250, അപ്പോൾ √3 കിട്ടും. ടാൻ തീറ്റ √3, അപ്പോൾ തീറ്റ 60. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പാൻ പേപ്പറിലുണ്ട് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ കയറി വരും. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ പാൻ പേപ്പറോ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കുക. എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആൻഡ് എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ. ഇഫ് എക്സ് ഈസ് 97, വൈ ഈസ് 6, ഫൈൻഡ് എക്സ് വെൻ വൈ ഈസ് 2. അതായത് എക്സും എയും എങ്ങനെയാ, എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ, എയും വൈയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനുമാണ്. എക്സും എ സ്ക്വയറും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, എയും വൈയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയർ അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അത് ആദ്യം മനസ്സിലാക്കുക. എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വൈ സ്ക്വയർ. എക്സ് 97 ആകുമ്പോൾ വൈ 6 ആണെങ്കിൽ വൈ 2 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താ? ഓക്കെ, നോക്കാം. ഇവിടെ വൈ 6 എന്തായിട്ട് മാറി, 2 മാറി. എന്ന് വെച്ചാൽ വൈ എന്ന് വെച്ചാൽ 1/3 ആയി. വൈ 1/3 ആയാൽ എക്സ് ഇൻവേഴ്സ് ആണ്, തിരിച്ചു വരും, 3 സ്ക്വയർ വരും. വൈ സ്ക്വയർ ഇൻവേഴ്സ്ലി അല്ലേ. അപ്പോൾ വൈ എന്ന് വെച്ചാൽ 6/2 3 ആയി. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ 3 സ്ക്വയർ ടൈംസ് ആവും, 9 ടൈംസ് ആവും. അപ്പോൾ 97 × 9 വരും. 97 × 9 യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. അപ്പോൾ 97 × 9 എന്ന് വെച്ചാൽ 7 × 9 63, 3 വരിക അല്ലേ. ഓപ്ഷൻ പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയറും എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ, വിച്ച് മീൻസ് എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ സ്ക്വയർ. ഇനി വൈൻ്റെ വാല്യൂ 6 ആയിരുന്നു, ഇപ്പം എന്തായി, 2 ആയി. സോ വൈ ബിക്കംസ് 6/2. വൈ ബിക്കംസ് 6 എന്ന് 2 ആയി, 1/3 ആയി. വൈ 1/3 ആയാൽ എക്സ് 3 സ്ക്വയർ ആവും. ഇൻവേഴ്സ്ലി ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് വിൽ ബിക്കം 3 സ്ക്വയർ, 9 ടൈംസ് ആവും. സോ 97 × 9 യൂണിറ്റ് ഡിജിറ്റ് 7 × 9 63, യൂണിറ്റ് ഡിജിറ്റ് 3 വരും. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ ഇൻ ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, കെന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ബോത്ത് റൂട്ട്സ് കോമൺ. ഈ ബോത്ത് റൂട്ട്സ് കോമൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് രണ്ടും എന്താ പറയുക. അപ്പോൾ ഇത് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി, ഇത് സി. ഇത് A1, എക്സ് സ്ക്വയറിന് കോഷ്യന്റ് A1, ഇത് B1, ഇത് C1. ഇത് A2, B2, C2. കോമൺ റൂട്ട് ആണെങ്കിൽ എപ്പോഴും എങ്ങനെ ആയിരിക്കും, A1/A2 = B1/B2 = C1/C2 ആയിരിക്കും. എന്ന് വെച്ചാൽ 2/3 = K/4 = 8/12 ആയിരിക്കും. 2/3 = K/4 = 8/12. ഓക്കെ, അപ്പോൾ ഞാൻ 2/3 = K/4 ആണെന്ന് വിചാരിക്കും. 2/3 = K/4. 2/3 = K/4 ആണെങ്കിൽ കെന്റെ വാല്യൂ എന്താ, 8/3 അല്ലേ. 4 അങ്ങോട്ട് പോയാൽ 2/3 = K/4. So what is K equal to? 2 × 4/3, 8/3. Option 1. മനസ്സിലായോ ഈ കൺസെപ്റ്റ്? 2/3 = K/4 = 8/12. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ K = 8/3 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. 260 is the mean proportion between x and 338. Find the value of x. അതായത് ഈ മീൻ പ്രൊപ്പോർഷൻ എന്താ, മീൻ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ എയും ബിയും സിയും മീൻ പ്രൊപ്പോർഷൻ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ B = √AC ആയിരിക്കും, അല്ലെങ്കിൽ B² = AC. ഇതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിന് വേണ്ടി ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, A/B = B/C ആണെങ്കിൽ B² = AC, അതിൽ B = എന്തായിരിക്കും, √AC. ആ ബീനെ വിളിക്കുന്ന പേരാണ് മീൻ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ √AC വിളിക്കുന്ന പേരാണ് മീൻ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ബിന്റെ സ്ഥാനത്ത് 260 ആണുള്ളത്, എന്റെ സ്ഥാനത്ത് എക്സ് ആണുള്ളത് 338, സിന്റെ സ്ഥാനത്ത്. അപ്പൊ B² = AC.
ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ഇവിടെ ബി സ്ക്വയർ എന്ന് പറയുന്നത് യൂണിറ്റ് ഡിജിറ്റ് 0 അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു 338ന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എക്സ് ഇൻറ്റു 338ന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. വിച്ച് മീൻസ് എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം. എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ ബി. മനസ്സിലായോ? അടുത്ത ചോദ്യം ഇതേപോലൊരു ചോദ്യം. ഓക്കെ, ബി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നോക്ക്, ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി. ഓക്കെ, ഇപ്പൊ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ 36 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരിക. 6 സ്ക്വയർ 36, ലെഫ്റ്റ് സൈഡ് 6 കിട്ടണം എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 368 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണം യൂണിറ്റ് ഡിജിറ്റ്. എക്സ് ഇൻറ്റു, അപ്പൊ 8 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക? ഓപ്ഷൻ നോക്ക്, 8 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 6 കിട്ടുക? 8 ഇൻറ്റു 7 ചെയ്യുമ്പോഴല്ലേ യൂണിറ്റ് ഡിജിറ്റ് 6 കിട്ടുന്നത്. മനസ്സിലായോ? വേറെ എന്ത് ചെയ്താലും ഇവിടെ 6 കിട്ടില്ലല്ലോ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേറെ പേനും പേപ്പർ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ 276 ബി സ്ക്വയർ ഈക്വൽ ടു എ സി, 276 സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇൻറ്റു 368. സോ എക്സ് ഈക്വൽ ടു 270 സ്ക്വയർ ബൈ 360 എന്നൊക്കെ ചെയ്യുന്ന സമയം പോകും. ജസ്റ്റ് ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ്. അവിടെ 6 സ്ക്വയർ 36 ആണ്. അപ്പൊ എക്സ് ഇൻറ്റു 8, എക്സിന്റെ വാല്യൂ എന്താകുമ്പോഴാണ് 36 കിട്ടുന്നത്? 7 ആകുമ്പോൾ. അടുത്ത ചോദ്യം അതുപോലൊരു ചോദ്യമല്ലേ. 68 ഈസ് മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് 272. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ്? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ബി സ്ക്വയർ 8 സ്ക്വയർ 64. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. യൂണിറ്റ് ഡിജിറ്റ് 4. ഇപ്പൊ ഇവിടെ എക്സ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ 4 കിട്ടണം. എക്സ് ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എക്സ് 2 ആകാം, അല്ലെങ്കിൽ 7 ആകാം അല്ലേ? 2 ഇൻറ്റു 2 4 ആണ്. 7 ഇൻറ്റു 2 14, 4 വരും. ഇവിടെ 7 ആണുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണോ യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ്? അടുത്ത ചോദ്യം, യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ നോക്ക്, നിങ്ങൾ ഇതൊന്നും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ 7 ഉണ്ട്, 7, ഇവിടെ 3, 10 മൈനസ് പിന്നെ ചെയ്യാം. ഈ 127 പ്ലസ് 93 ചെയ്യുമ്പോൾ 0 കിട്ടും യൂണിറ്റ് ഡിജിറ്റ്. 0 എന്ന് വെച്ചാൽ 10 അവിടെ ഇരിക്കട്ടെ. ഇനി 17 മാറും എത്രയാ? 23. 17 മാറും 23, 3 ഇൻറ്റു 7 21. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 21 1 വരുന്നത്. മൈനസിൽ യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്നത്. സമ്മിൽ യൂണിറ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 10 വരുന്നത്. 10 മൈനസ് 1 ചെയ്യുമ്പോൾ 9 അല്ലേ യൂണിറ്റ് ഡിജിറ്റ്? 10 മൈനസ് 1 9 യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ അല്ലേ വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, സിംപ്ലിഫൈ ദി ഫോളോയിങ്. 2x പ്ലസ് 3 ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് സി പ്ലസ് ഡി ഹോൾ സ്ക്വയർ എന്ന കൺസെപ്റ്റ് നോക്കുക. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. ഇവിടെ എക്സിന് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇട്ട് കൊടുത്ത്, 0 എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുത്തു. പിന്നെ 0 കൊടുത്തു എന്ന് വിചാരിക്കാം. 0 കൊടുത്താൽ ഇവിടെ 3 സ്ക്വയർ 9 വരും. ഇവിടെ 1 സ്ക്വയർ 1, 9 മൈനസ് 1 8. എക്സിന് 0 ഇട്ട് കൊടുത്ത് 8. ഒന്നെങ്കിൽ ഓപ്ഷൻ 1 ആയിരിക്കും ഉത്തരം, അല്ലെങ്കിൽ 2 ആയിരിക്കും ഉത്തരം. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2. ഇനി ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും എക്സിന് വേറെ എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സിന് ഈസി ആയിട്ട് -1 കൊടുക്കുക. എക്സിന് -1 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3 മൈനസ് 2 ഹോൾ സ്ക്വയർ 1 വരും അല്ലേ? എക്സിന് -1 കൊടുത്താൽ ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഓക്കെ, അപ്പോൾ 1 മൈനസ് 0 1 കിട്ടും. എക്സിന് -1 കൊടുത്താൽ 1 കിട്ടും. അപ്പോൾ ഈ രണ്ടെണ്ണം ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ -1 കൊടുത്താൽ എന്ത് വരും? 3 മൈനസ് 10 പ്ലസ് 8. 3 മൈനസ് 10 പ്ലസ് 8, 11 മൈനസ് 10 1 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. ഇതല്ല. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ആണെങ്കിൽ 0 കിട്ടും, ഇവിടെ 1 കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം, മീന് കണ്ടുപിടിക്കാൻ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യമാണ്, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു. എന്തായാലും ചെയ്യാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ 19 ഇൻറ്റു 63 പ്ലസ് 30 അങ്ങനെ ചെയ്യണം. വേണ്ട, യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുക. 9 ഇൻറ്റു 3 27. ഇപ്പോൾ ഇവിടെ 7 ഉണ്ട്. 6 ഇൻറ്റു 2 12, 9 12. അപ്പോൾ 7 പ്ലസ് 2 9 എന്ന് കിട്ടി. ഇവിടെ 9 ഉണ്ട്. ഇവിടെ 0 വരും. 9 ഇൻറ്റു 7 63, 3 ആണ് അല്ലേ? അപ്പോൾ 9 പ്ലസ് 3 12, 2 കിട്ടി. ഇവിടെ 0. അപ്പോൾ സമ്മ് നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. സമ്മിന് 2 കിട്ടി. സമ്മെന്ന് വെച്ചാൽ എന്താ? ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് നോക്കാം. 9 മാറും 15, 5 അല്ലേ? 5 പ്ലസ് 0 5, 5 പ്ലസ് 5 10, 0, 0 പ്ലസ് 9 9, 9. അപ്പോൾ 9 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 2 അല്ലേ കിട്ടുന്നത് നമുക്ക്?
ഒന്നുകൂടി നോക്കാം തെറ്റി 9 into 3 27 7 ആണ്. 6 into 2 12 2 ആണ്. 7 plus 2 9 വരും. ഇവിടെ 0 വരും. ഇവിടെ 9 into 7 63. 9 into 3 27 7 വരും. 6 into 2 12 2 വരും. 7 plus 2 9 വരും. 9 into 7 63 3 വരും. 9 3 12 2. ഓക്കെ, നമുക്കപ്പോൾ 2 ഉണ്ട്. സമ്മ് 2 ആണ്. ഇവിടെ നോക്കുക നമ്പർ 9 + 6 15 + 9 24 + 5 9 9 വരുന്നല്ലേ. സോ 9 into സംതിങ് വരുമ്പോൾ 2 കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നില്ലല്ലോ. ശരിയാവുന്നില്ല. ഫൈനൽ ഒന്നുകൂടെ സമ്മ് കണ്ടുപിടിക്കുക. 9 into 3 27. ഇവിടെ 7 ഉണ്ട്. 6 into 2 12 2 ഉണ്ട്. 9 2 11 7 plus 2 9. ഇവിടെ 9 into 0 0. 9 into 7 63 3 ആണ്. 9 plus 3 12 2 ഉണ്ട്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. ഇവിടെയോ സമ്മ് 9 6 15 15 5 20 0 വരും. 9 വരും. സോ 9 into ആവറേജ് 2 കിട്ടണം. ക്വസ്റ്റ്യൻ തെറ്റല്ലേ? ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓപ്ഷൻസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടാതെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതർവൈസ് യു ക്യാൻ ചാലഞ്ച് ദി ക്വസ്റ്റ്യൻ. ചാലഞ്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ആൻസർ കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. അടുത്ത ചോദ്യം. Aravind is now 40 years old. Asha 25 years old. How many years ago from now was Aravind 4 times as old as Asha? അരവിന്ദ് ഇത് എക്സും വൈന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അരവിന്ദിന് ഇപ്പോൾ 40 വയസ്സുണ്ട്. ആഷയ്ക്ക് 25 വയസ്സുണ്ട്. എത്ര വർഷം മുമ്പാണ് അരവിന്ദിൻ്റെ ഏജ് ആഷേനേക്കാളും 4 ടൈംസ് ആവുന്നത്? ഓപ്ഷൻ ചെക്ക് ചെയ്യുക. 10 വർഷം മുമ്പാണെന്ന് വിചാരിക്കുക. 10 വർഷം മുമ്പാണെങ്കിൽ ഇവിടെ 30 വരും, ഇവിടെ 15 വരും. 30 എന്ന് വെച്ചാൽ 15 into 4 ആണോ? അല്ലല്ലോ. അടുത്തത് ചെക്ക് ചെയ്യുക. 20 വർഷം മുമ്പ്. 20 വർഷം മുമ്പ് അരവിന്ദിന് 20 വരും, ആഷയ്ക്ക് 5. 20 5 അല്ലേ? 5 into 4 20 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഫൈൻഡ് ദി റൂട്ട്സ് ഓഫ് 4m² + 6m + 2 = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് കാണേണ്ടത്. അതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് എന്ന് പറയണം. അതിനവിടെ കാണിച്ചത് ഈ ഒരു കൺസെപ്റ്റ്. ഈ ഒരു ഇക്വേഷൻ ax² + bx + c 0 ആണെങ്കിൽ സം ഓഫ് ദി റൂട്ട്, 2 റൂട്ട് ഉണ്ട്, അതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? -bb. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് വലിയ കൺസെപ്റ്റില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കുക, കാണും. ഓക്കെ, സം ഓഫ് ദി റൂട്ട് -b/a യും പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട് c/a യും ആയിരിക്കും. സം ഈസ് -b/a, പ്രോഡക്റ്റ് c/a. ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ നോക്ക്, സം എന്ന് വെച്ചാൽ -6/4 അല്ലേ? സം എന്ന് പറയുന്നത് -6/4 3/2 എന്ന് വരും. പ്രോഡക്റ്റ് 2/4 1/2 എന്ന് വരും. പ്രോഡക്റ്റ് 2/4 1/2. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് 1/2 വരുന്നത്, ഇവിടെ പ്രോഡക്റ്റ് 1/2 ആണ് വരുന്നത്, ഇവിടെ പ്രോഡക്റ്റ് 1/2 ആണ് വരുന്നത്, ഇവിടെ പ്രോഡക്റ്റ് 1/2 ആണ് വരുന്നത്, ഇവിടെയും പ്രോഡക്റ്റ് -1/2. ഇത് വരില്ല. പ്രോഡക്റ്റ് 1/2 വരുന്നത് ഈ 3 ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് -3/2 കിട്ടുന്നുണ്ടോ എവിടെയും നോക്കാം. സമ്മ് ഇവിടെ -3/2 കിട്ടുന്നുണ്ടോ? സമ്മ് ചെയ്താൽ കിട്ടുന്നില്ല. ഇവിടെയും സമ്മ് 3/2 ആ, കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ സമ്മ് എന്ത് കിട്ടുന്നുണ്ട്? -3/2 കിട്ടുന്നുണ്ട്. ഓപ്ഷൻ 3. അപ്പോൾ ആദ്യം തന്നെ സമ്മ് -3/2 കിട്ടുന്നത് എവിടെ നിന്ന് നോക്കിയാൽ ഉത്തരം കിട്ടും. ഓക്കെ, അടുത്തത് ഇതേ ചോദ്യം നോക്ക്. ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ x² - x - 6 = 0. ഫൈൻഡ് ദി വാല്യൂ ഓഫ് α⁴ + β⁴. ഓക്കെ, ഇവിടെ സം ഈക്വൽ ടു -b/a, മൈനസ് ഓഫ് -1 ഇവിടെ അല്ല, ഇത് 1 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ -6 ആണ്. സമ്മ് എന്ത് കിട്ടും? മൈനസ് ഓഫ് -1/1. സമ്മ് 1 കിട്ടും, പ്രോഡക്റ്റ് -6 കിട്ടും. സമ്മ് 1 കിട്ടണം, പ്രോഡക്റ്റ് -6 കിട്ടണം. നമുക്കറിയാം 6 എന്ന് വെച്ചാൽ 3 into 2 ആണ്. 3 into 2. സമ്മ് മൈനസ് കിട്ടണമെങ്കിൽ സമ്മ് 1 കിട്ടണം അല്ലേ? സമ്മ് 1 കിട്ടണമെങ്കിൽ +3 -2 ആയിരിക്കണ്ടേ അല്ലേ? +3 - 2 സമ്മ് 1 അല്ലേ? +3 into -2
സമ്മ് -6 അല്ലേ. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് +3യും -2 ആണ്. അപ്പോൾ ആൽഫ +3യും ബീറ്റ -2 ആണ്. ആൽഫ +3യും ബീറ്റ -2 ആണ്. അപ്പോൾ 3 ആൽഫ റേസ് ടു 4 3 റേസ് ടു 4 അല്ലേ 81 വരും. ഇവിടെ -2 റേസ് ടു 4 81 + 16 81 + 16 എത്രയാണ് 97. മനസ്സിലായോ? ഒന്നുകൂടി പറയണം. x² - x - 6 സം ഓഫ് ദി റൂട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും അല്ലേ സം ഓഫ് ദി റൂട്ട് -b/a. ഇവിടെ b എന്ന് വെച്ചാൽ -1 ആണ്. സോ മൈനസ് ഓഫ് -1 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 1 എന്ന് കിട്ടും. പ്രോഡക്റ്റ് c/a -6/1. സമ്മ് 1 കിട്ടും, പ്രോഡക്റ്റ് -6 കിട്ടുമെങ്കിൽ അത് +3യും -2 ആയിരിക്കണം അല്ലേ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും 97 കിട്ടും. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്ക്. കോമൺ റൂട്ട് ആണെങ്കിൽ ഫൈൻഡ് ദി വാല്യൂ ഓഫ് b/c. കോമൺ റൂട്ട് ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു അല്ലേ പ്രൊപ്പോർഷൻ ആയിരിക്കും അല്ലേ 4/8 = b/4 = 3/c. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 8ന്റെ പകുതിയാണ് 4. 8ന്റെ പകുതിയാണ് 4. അപ്പോൾ 4ന്റെ പകുതി ആയിരിക്കും b. എന്താ 4ന്റെ പകുതി 2 അല്ലേ. ഇതാ 2 കൊടുക്കുന്നത്, അതാ 2 കൊടുക്കുന്നത്. 4ന്റെ പകുതി ആയിരിക്കും b. cന്റെ പകുതി ആയിരിക്കും 3. c/2 ആണ് 3 എങ്കിൽ cന്റെ പകുതി ആയിരിക്കും 3 എന്ന് വെച്ചാൽ c 6 അല്ലേ. cന്റെ പകുതി ആയിരിക്കും 3 എന്ന് വെച്ചാൽ c = 6. സിമ്പിൾ അല്ലേ അല്ലേ. 4 × 2 കണ്ടോ 8. അടുത്ത് b 2 ആണെങ്കിൽ 2 × 2 4. 3 ആണെങ്കിൽ 3 × 2 6. കിടക്കുന്നത് 26. അടുത്ത ചോദ്യം. യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. സിംപ്ലിഫൈഡ് വാല്യൂ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് നോക്കാം. ഇവിടെ 6 ആണ്, ഇവിടെ +40. അപ്പോൾ 6 + 0 6 ആണ്. 30 + 3 33 × 4 എന്ന് പറയുമ്പോൾ 12 ആണ്. 2 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. -2 6 - 2 -26 ആണ്. ഓക്കെ നോക്കാം. 30 + 3 33 3 × 4 12 അല്ലേ. ഇപ്പോൾ ഇവിടെ -2 ആണ് വരുന്നത്. -2 6 - 2 4. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുക. നോർമലി തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ 66 40 106 106 -33 × 4 -26 ഡയറക്റ്റ് കിട്ടും. യൂണിറ്റ് ഡിജിറ്റ് കൂടി നോക്കേണ്ട ആവശ്യമില്ല. അത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്തത് ആവറേജ് ഓഫ് ഫസ്റ്റ് 13 ഹോൾ നമ്പർ. ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ആവറേജ് ഓഫ് ഫസ്റ്റ് 13 എന്ന് പറയുമ്പോൾ 13 + 1 ഡിവൈഡഡ് ബൈ 2 7 എന്ന് പറയും. അത് തെറ്റാട്ടോ. ഈ ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോൾ നമ്പർ എന്ന് വെച്ചാൽ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് 13 ഹോൾ നമ്പർ എന്ന് വെച്ചാൽ 0 മുതൽ 12 വരെ. ഫസ്റ്റ് 13 ഹോൾ നമ്പർ മീൻസ് 0 to 12. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്താ 0 + 12 ഡിവൈഡഡ് ബൈ 2 6 ആണ്. ഓപ്ഷൻ 6. അപ്പോൾ അതേപോലൊരു ചോദ്യം. ഇപ്പോൾ ഫസ്റ്റ് 14 ഹോൾ നമ്പർ ആണ് ഇതിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും 0 + 13/2 ആയിരിക്കും. 6.5 ആയിരിക്കും. ചോദിച്ചതാണ്. ഓക്കെ. ഈ ചോദ്യം നോക്കുക. സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സും വൈയും ഉണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വൈക്ക് 0 കൊടുക്കുക, അല്ലെങ്കിൽ എക്സും വൈ ഇവിടെ 1 കൊടുത്തു. എക്സും വൈയും 1 കൊടുക്കുക. ഇപ്പം എന്ത് കിട്ടും? എക്സിനും വൈക്കും 1 കൊടുത്താൽ എന്ത് കിട്ടും? 5 - 2 3 3² 9 എന്ന് കിട്ടും അല്ലേ. ഇവിടെ 9 കിട്ടും. 2 + 5 7 7² 49. അപ്പോൾ ഇവിടെ 9 കിട്ടി, ഇവിടെ 49 കിട്ടി. ഇവിടെയോ 7 × 3 21 9 + 21 21 + 9 30 30 + 49 എത്രയാ 30 + 49 79 കിട്ടും. എക്സിനും വൈക്കും 1 കൊടുത്താൽ 79 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ തന്നെ ഉള്ളൂ 79. ഓപ്ഷൻ 3. സിമ്പിൾ. അടുത്ത ചോദ്യം. ഫാക്ടറൈസ് ദി പോളിനോമിയൽ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എക്സ് തന്നിട്ടില്ല, ഇവിടെ ഇങ്ങനെ തന്നിട്ട് ജസ്റ്റ് എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുത്താൽ നമുക്ക് 22 കിട്ടണം. എക്സിന് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ 22 കിട്ടണ്ടേ. എക്സിന് 0 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്ക് -4 ഇത് a + b × a - b ഫോമുല അല്ലേ. -4 + √3 × 4 - √3 അല്ലേ. a² - b². അപ്പോൾ 4² - √3². 16 - 3 ഇവിടെ 12 കിട്ടും. 22 കിട്ടില്ല. ഇവിടെയോ 3 + √3 × 3 - √3 അത് അതിനേക്കാളും കുറവല്ലേ കിട്ടുള്ളൂ അല്ലേ. ഇതിനേക്കാളും കുറവല്ലേ കിട്ടുള്ളൂ. അതിനേക്കാളും കുറവായിരിക്കും 2 വരുമ്പോൾ കിട്ടുന്നത്. അതിനേക്കാളും കുറവായിരിക്കും 2. അപ്പോൾ തന്നെ ആൻസർ ഇതായിരിക്കും മനസ്സിലാക്കുക അല്ലേ. 5 + √3 × 5 - √3 അല്ലേ. -5 whole square + √3². a² - b². 25 - 3 22 എന്ന് കിട്ടും.
മനസ്സിലായോ? എക്സിന് 0 ഇട്ട് കൊടുത്താൽ 22 കിട്ടും. ഇവിടെ ചെക്ക് ചെയ്യാം. -4 + √3 × -4 - √3. 4 സ്ക്വയർ 16 -√3 സ്ക്വയർ 3. 16 - 3 എന്ന് പറയുമ്പോൾ 13 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. 13നേക്കാളും കുറവായിരിക്കും. ഇവിടെ അതിനേക്കാളും കുറവായിരിക്കും 2 വന്ന. 5 ആയിരിക്കും ഉത്തരം. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 5 + √3 × 5 - √3. അടുത്ത ചോദ്യം. A class of 30 students appeared in a test. 30 കുട്ടികൾ അപ്പിയർ ചെയ്തു. ഒരു 12 കുട്ടികളുടെ ആവറേജ് 60, ബാക്കി കുട്ടികളുടെ ആവറേജ് 60. രണ്ട് പാർട്ടുണ്ട്. ആദ്യത്തെ 15 പേരുടെ 60, അടുത്ത 15 പേരുടെ 60 എന്ന് വെച്ചാൽ മൊത്തം 30 പേരുടെ ആവറേജ് 60 തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ 12 കുട്ടികളുടെ ആവറേജ് 60, അടുത്ത 18 കുട്ടികളുടെ ആവറേജ് 60 ആണെങ്കിൽ മൊത്തം ആവറേജ് എന്തായിരിക്കും? 60 തന്നെ ആയിരിക്കും. ഓപ്ഷൻ 60. അല്ലാതെ നിങ്ങൾ ഇതിൽ 12 × 60 + 18 × 60 ഹോൾ ഡിവൈഡഡ് ബൈ 13 ഒക്കെ ചെയ്യുമോ? വേണ്ട. അടുത്ത ചോദ്യം. ആവറേജ് ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? ആവറേജ് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. സം ഓഫ് യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. 8 7 15, 5 ഉണ്ട്. 5 + 0 5, 5 + 5 10, വീണ്ടും 0 വന്നു. 0 + 5 5, 5 + 3 8. സോ സം എന്ന് പറയുന്നത് 8 ആണ്. ആവറേജ് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 8? നമ്പർ ഓഫ് ടേംസ് 1 2 3 4 5 6. സോ 6 ഇൻറ്റു ആവറേജ് ചെയ്യുമ്പോൾ 8 യൂണിറ്റ് ഡിജിറ്റ് കിട്ടണം. 6 ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്? 6 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് യൂണിറ്റ് ഡിജിറ്റ് 8 കിട്ടുന്നത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. ഇങ്ങനൊരു സാധനം തന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇത് ക്യൂബാണ്, ഇത് ക്യൂബാണ്, ഇത് ക്യൂബാണ് അല്ലേ? 8x ഹോൾ ക്യൂബ്. ഇവിടെ എക്സിൻ്റെ ഇവിടെ പോസിറ്റീവ് ആണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, y പോസിറ്റീവ്, അതുകൊണ്ട് 27 പോസിറ്റീവ്, z നെഗറ്റീവ്, അതുകൊണ്ടാണ് -64 വന്നത്. അപ്പോൾ എക്സിൻ്റെ അവിടെ പോസിറ്റീവ് വരണം, വൈൻ്റെ അവിടെ പോസിറ്റീവ് വരണം, സെഡിൻ്റെ അവിടെ നെഗറ്റീവ് വരണം. എക്സിൻ്റെ അവിടെ പോസിറ്റീവ്, വൈൻ്റെ അവിടെ പോസിറ്റീവ്, സെഡിൻ്റെ അവിടെ നെഗറ്റീവ്. അത് ആര് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം. സിമ്പിൾ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2x + 3 ഇപ്പോൾ ചെയ്തതാണ്. അടുത്ത ചോദ്യം. ഇവിടെയും യൂണിറ്റ് ഡിജിറ്റ് വെച്ച് ചെയ്തുകൂടെ? 7 ഉണ്ട് +93 0 വരും. 7 + 93 0 വരും. ഓക്കെ. ഇനി ഇവിടെ 7 + 6 13, 13 × 7 21, 1 വരും യൂണിറ്റ് ഡിജിറ്റ്. മൈനസിൻ്റെ അവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 വന്നു അല്ലേ? 7 3 10, 10 - 1 9 വരും. 9 59. അടുത്ത ചോദ്യം. ഇവിടെ നെഗറ്റീവ് വന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ചോദ്യം നോക്കാം. ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഡെൻസിറ്റി 11 gram/10 cm3 തന്നിട്ടുണ്ട്. അതിന് ഇന്റേണൽ റേഡിയസ് 3 cm, എക്സ്റ്റേണൽ റേഡിയസ് 6 cm ആണെങ്കിൽ വെയിറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെയിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി തന്നിട്ട് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ വോളിയം അത് കണ്ടുപിടിക്കണം. 4/3 × π × r2³ - r1³ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോഴേക്കും സമയം പോലെ. നിങ്ങൾ നോക്കാം, ഈ വെയിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? വെയിറ്റ് എന്ന് വെച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റി എന്ന് വെച്ചാൽ 11 ആണ്. അപ്പോൾ വെയിറ്റ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. വെയിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 11. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിട്ടുള്ളത് ഓപ്ഷൻ എ 1 മാത്രമേ ഉള്ളൂ. എങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് 11 കണ്ടുപിടിക്കുക? ആൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇപ്പോൾ 8 + 1 9, 7 + 2 9, 9 - 9 0. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ നോക്ക്, 5 + 1 6, 7 + 2 9, വ്യത്യാസം 0 വരില്ല. ഇവിടെയും 11 കൊണ്ട് പോകില്ല, എവിടെയും. അതത്രേ ഉള്ളൂ. 11ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക, അതായിരിക്കും ഇത്തരം ഓപ്ഷൻ. ഓക്കെ. ഇപ്പോൾ പാർട്ട് 1 ഇത്രേ ഉള്ളൂ. പാർട്ട് 2 എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് ചെറിയ രീതിയിൽ നമ്മൾ വിചാരിച്ചുകൊണ്ട് വന്നിട്ടില്ല. കുഴപ്പമില്ല. അത് ക്വസ്റ്റ്യൻ നമ്മൾ മുൻകൂട്ടി കണക്കൂട്ടിയല്ലല്ലോ ചെയ്യുന്നത്. പെട്ടെന്ന് കാണുന്നു, സ്ക്രീൻഷോട്ട് ഇടുന്നു, സ്പോട്ടിൽ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം കുറച്ചുകൂടി ടിപ്പിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളിത് എന്തായാലും നോക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നോക്കുക. ഏതോ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഒരു എറർ വന്നു, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനാണ്. ഏതോ നിങ്ങൾ ചാലഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഒരു ടേബിൾ ഓർ കോളം ആവറേജിൻ്റെ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത പാർട്ട് കാണുന്നവരെ ബൈ, സീ യു, ടേക്ക് കെയർ, കമൻറ്റ് ചെയ്യുക മറക്കല്ലേ.